ഈ മാസം 17-ന് നടക്കുന്ന ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ സർക്കാരിന്റെ നീക്കം. ഉപരോധ ദിവസം കൊല്ലത്തും ആലപ്പുഴയിലും പരിശീലന പരിപാടി നിശ്ചയിച്ച് ഉത്തരവിറക്കി. പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പരിശീലനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ ആശമാരും പങ്കെടുക്കണമെന്നാണ് ഉത്തരവ്. തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, മുഖം തിരിക്കലും കുറ്റപ്പെടുത്തലുകളും അധിക്ഷേപവും മാത്രമല്ല, സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്ന അന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു പരിശീലന പരിപാടി നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്ന് തന്നെ പങ്കെടുക്കണമെന്നും ഉത്തരവിലുണ്ട്. പൂജ, അത് തന്നെയാണ്. അതായത് ഈ സമരം തുടങ്ങിയ ആ ഘട്ടം മുതൽ വലിയ സമ്മർദ്ദങ്ങൾ ഇവർ നേരിട്ടിരുന്നു. തട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. അതുകൂടാതെ വിമർശനങ്ങൾക്കപ്പുറം വലിയ പരാതികളും അധിക്ഷേപങ്ങളും ഉണ്ടായ ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം കഴിഞ്ഞ് 34-ാം ദിവസം സമരം എത്തി നിൽക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് സമരം കടക്കുന്നു. ആ രണ്ടാം ഘട്ടത്തിൽ അവർ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നിയമവിരുദ്ധ സമരങ്ങളിലേക്ക് കടക്കും. അതായത് ഇത്രമാത്രം ദിവസമായി ഇനി നിയമവിരുദ്ധ സമരങ്ങളിലേക്ക് കടന്നേ മതിയാകൂ, അത് അനിവാര്യതയാണെന്ന് അവർ പറയുന്നു. അതിൻ്റെ ഭാഗമായി മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം. മാർച്ച് 17-ന് അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനുള്ള ആഹ്വാനം എത്തുന്നു. രണ്ടാം ഘട്ടം എന്ന തലത്തിലാണ് ആ ഉപരോധത്തിലേക്ക് അവർ കടക്കുന്നത്. ആ ഘട്ടത്തിലാണിപ്പോൾ എന്തായാലും ആശമാർക്ക് ഒരു പരിശീലനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട പരിശീലനമാണ് നൽകുന്നത്. കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമായി കാണുന്നുണ്ട്. കാരണം ഇതിപ്പോൾ വോളണ്ടിയർ സർവീസ് എന്നാണ് ആശാ വർക്കർമാരെ കുറിച്ച് നമ്മൾ ഈ ശമ്പള വർധന ചോദിക്കുമ്പോൾ സർക്കാരുകൾ പറയുന്നത്. നിങ്ങൾ വോളണ്ടിയറായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ വോളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പണി ചെയ്താൽ മതി. പക്ഷേ ജോലി തരുമ്പോൾ അവർ കമ്പൽസറി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ 17-ാം തീയതി ഉപരോധം വെച്ചിരിക്കുന്നു. കാരണം 232 രൂപയ്ക്ക് പണി ചെയ്യാൻ ഇവിടെ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. 36 ദിവസമായിട്ടും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാത്തൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും അടുത്തൊരു സമരമുഖത്തേക്ക് മാറേണ്ടി വരും. ഞങ്ങൾ നിർബന്ധിതമാകുകയാണ്. അങ്ങനെ മാറുമ്പോൾ അതിനെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ട്രെയിനിങ് പരിപാടികൾ മുൻകൂട്ടി അറിയിച്ചിട്ടാണോ ഈ പറയുന്ന ഉത്തരവുകൾ ഇറക്കാറുള്ളത്? സാധാരണഗതിയിൽ വളരെ മുൻകൂട്ടി അറിയിക്കാറുണ്ട്. ട്രെയിനിങ് ഉണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അത് ഗവൺമെൻറ് അധികാരികളുടെ ഭാഗത്തുള്ള തയ്യാറെടുപ്പുണ്ട്, ആശാവർക്കർമാർക്കുള്ള തയ്യാറെടുപ്പുണ്ട്. ഇത് പൊടുന്നനെ ഇത് വരികയാണ്. അതിൻ്റെ വളരെ വ്യക്തമാണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ. പക്ഷേ എന്ത് തന്നെയായാലും ആശാവർക്കർമാരെ സംബന്ധിച്ച് സമരമാണ് പ്രധാനം. കാരണം ഈ ഒരു സമരത്തിലൂടെ ഇത് നേടിയല്ലാതെ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഉത്തരവ് ലഭിക്കും. നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എത്ര നാൾ മുമ്പ് വരെ അറിയാൻ കഴിയും? മിനിമം ഒരു 10-15 ദിവസം മുമ്പെങ്കിലും സാധാരണഗതിയിൽ അറിയാറുണ്ട്. കാരണം ഉദ്യോഗസ്ഥർ തന്നെ മുൻകൂട്ടി ഉത്തരവായി വരുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രെയിനിങ് നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പറയാറുണ്ട്, ആശമാരോട് പറയാറുണ്ട്. പക്ഷേ അതിവിടെ ഇല്ല. ഇപ്പോൾ വളരെ വ്യക്തമാണിത്. പക്ഷേ ഇതൊന്നും വിലപ്പോവില്ല കേട്ടോ. കാരണം ഇതൊന്നും വിലപ്പോവില്ല. കൂലി ചോദിക്കുമ്പോൾ വോളണ്ടിയർ ആയിരിക്കുകയും ജോലി ചെയ്യാൻ സമയത്ത് നിങ്ങൾ നിർബന്ധിതമായി ചെയ്യണമെന്ന് പറയുന്നത് നടക്കില്ല. ട്രെയിനിങ്ങിന് എത്തിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക എന്നാണ് പറയുന്നത്? സാധാരണഗതിയിൽ ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പിന്നീട് ട്രെയിനിങ് വെക്കാറുണ്ട് സാധാരണഗതിയിൽ. കാരണം ഇതിനോടകം 9 മൊഡ്യൂൾ ട്രെയിനിങ് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണ് ഈ 18 വർഷത്തിനിടയിൽ. അത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചില പരിശീലന പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ശരി രാഹുൽ, എന്തായാലും ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശാവർക്കർമാർ അറിയിക്കുകയാണ്. സമരപ്പന്തലിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രതികരണം നമ്മൾ കേട്ടത്. ഈ മാസം 17-നാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കാൻ പോകുന്നത്. അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അന്നേ ദിവസം തന്നെ ആലപ്പുഴയിലും കൊല്ലത്തും പരിശീലന പരിപാടി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ജി നാഥാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.